الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا صدق الله أيها الناس اتقوا الله അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിക്കാനും ജാഗ്രതയോടെ ജീവിതത്തിൽ അത് പുലർത്തുവാനും വേണ്ടി എല്ലാവരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നേരായ മാർഗത്തിലൂടെ ചരിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നേരായ മാർഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ തിരിച്ചറിവിനുള്ള ഒരു ഉപാധിയുണ്ട്. ആ ഉപാധിയെ വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് ഫുർഖാൻ എന്നാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ നന്മയെയും തിന്മയെയും വേർതിരിക്കുന്നത് എന്ന് സാങ്കേതികമായിട്ട് അതിനർത്ഥം. രണ്ടെണ്ണത്തെ തമ്മിൽ വേർതിരിക്കുന്നതിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. ഈ ഫുർഖാനിന് 3 ഫുർഖാനുകൾ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് ഖുർആൻ തന്നെയാണ്. ഖുർആനിനെ എന്നല്ല, പൂർവകാല പ്രവാചകന്മാരുടെ കിതാബുകളെയും ഫുർഖാൻ എന്ന് തന്നെയാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി ഇറങ്ങിയപ്പോൾ അതിനെ ഫുർഖാൻ എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഒന്ന്. മനുഷ്യൻ ലോകത്തൊരുപാട് ആശയങ്ങളെ, ഒരുപാട് സിദ്ധാന്തങ്ങളെ, ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ സന്ദർഭത്തിൽ നമുക്ക് നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകണം. അങ്ങനെ ഒരു നിലപാടുണ്ടാവുക എന്നതിൻ്റെയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതിൻ്റെയും പേരാണ് യഥാർത്ഥത്തിൽ തഖ്വ. നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും, നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളിലും നമുക്ക് വളരെ കൃത്യമായ നിലപാടുണ്ടാകണം. ആ നിലപാടുണ്ടാവുക എന്നതിനെയും നിലപാടിൽ അടിയുറച്ചു നിൽക്കുക എന്നതിനെയും കുറിക്കുന്ന വാക്കാണ് തഖ്വ. ആവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു ഫുർഖാനിന്റെ സഹായം ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ സ്വയം തന്നെ ഒരു ഫുർഖാനാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുമായി യോജിക്കുന്നത് എന്തും നന്മയാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ നിരാകരിക്കുകയോ അതിനെതിരായി നിൽക്കുകയോ ചെയ്യുന്നത് എന്തും തിന്മയാണ്. അതുകൊണ്ട് തന്നെ ആശയപരമായി നമുക്ക് നിലപാടെടുക്കാൻ സഹായകമാകുന്ന ഫുർഖാനാണ് ഖുർആൻ എന്ന് പറയാം. മറ്റൊരു ഫുർഖാനിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തഖ്വയുള്ള ഒരാളുടെ മനസ്സാണ്. ഖുർആനിനെ നന്നായി ഗ്രഹിച്ച ഒരാൾക്ക് മുത്തഖിയായി ജീവിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത് വൈദാ മസ്സഹു ശൈത്താൻ,
ശൈത്താന്റെ ഒരു സ്പർശം ഉണ്ടാകുമ്പോൾ പോലും പെട്ടെന്ന് അയാൾ ജാഗ്രത ആകുമെന്ന്. ചെകുത്താന്റെ ചെറിയൊരു സ്പർശം ഉണ്ടാകുമ്പോൾ പോലും അയാൾ പെട്ടെന്ന് ജാഗ്രത ആകും. അപ്പൊ ഏതാണ് സാത്താന്റെ സ്പർശം, ഏതാണ് ദൈവികമായ ബോധനം എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ തിരിച്ചറിവ് ഒരു മുത്തക്കിയുടെ മനസ്സിൽ നിന്നുണ്ടാകും. ആ ആശയം അത്ര മൂർത്തമല്ല. കാരണം ഒരു മനുഷ്യനെയും നമുക്ക് മുത്തക്കി എന്ന് വിധിക്കാൻ പറ്റില്ലല്ലോ, സ്വയം മുത്തക്കിയാണെന്ന് തീരുമാനിക്കാനും പറ്റില്ല. അതേസമയം നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ഫുർഖാനായി വരും എന്നാണ് കാണേണ്ടത്. അല്ലെങ്കിൽ വജഅല്ലഹും ഫുർഖാന, അവരുടെ ഉള്ളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഫുർഖാനിനെ നിക്ഷേപിക്കും എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ചരിത്രപരമായ ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്ത് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് നന്മ തിന്മകൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. സംഘടനത്തിൻ്റെതായ ചരിത്രം, മനുഷ്യനുള്ളിടത്തോളം കാലം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഹിംസയെ വിശകലനം ചെയ്യുമ്പോൾ പുതിയൊരു പ്രതിഭാസമാണ് എന്നാലും കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുപോലെ തന്നെ ഒരുപക്ഷെ ഹിംസയിലാണ് ഭൂമിയിലെ നാഗരികതയുടെ ചരിത്രം തുടങ്ങുന്നത് പോലും എന്ന് വിചാരിക്കാൻ സാധിക്കുമാറ് തുടക്കത്തിൽ തന്നെ ആബേലും കയേനും തമ്മിലുള്ള ഒരു സംഘർഷവും സ്വന്തം സഹോദരനെ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ കൊന്ന് പണി തീർക്കുന്ന കയേന്റെ ക്രൂരതയും ഹിംസയും അത് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. പിന്നെ അതിനു മുമ്പ് ആദം അലൈഹിസ്സലാം വിലക്ക് ലംഘിച്ച് പഴം ഭക്ഷിച്ചതായി പറയുന്നുണ്ടല്ലോ. ആ പഴം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പഴമല്ല അവിടെ പ്രശ്നം, മരമാണ്. മരം എന്ന് പറയുന്നത് കുറെ കൂടി സമഗ്രതയാണ്, മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയിട്ടുള്ള സകലതും ഈ വിലക്കിനെ അതിലംഘിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. ഫതകൂന മിനൽ ളാലിമീൻ. ളുൽമ് എന്ന് പറയുന്നത് ഒട്ടൊക്കെ വയലൻസുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആഖ്യാനത്തിൽ ഹിംസയുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ ഒരു സ്പർശമുണ്ട് എന്നും കാണാം. അവിടെ എങ്ങനെ ലോകത്ത് ഇന്ന് വരെ മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ഒരുപാട് സംഘർഷങ്ങളും സംഘടനകളും നടന്നിട്ടുണ്ട്. അതൊക്കെയും നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനമാണ് എന്നാണ് നാം തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു സംഘട്ടനത്തിൽ വളരെ കൃത്യമായിട്ട് ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തെ വായിക്കുക എന്നത് പ്രധാനമാണല്ലോ. ചരിത്ര സംഭവങ്ങളുടെ ഒരു ക്രോഡീകരണം മാത്രമാണ് അക്കാഡമികമായിട്ടുള്ള പാഠപുസ്തകങ്ങളൊക്കെ. അതേസമയം ചരിത്രത്തെ വായിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ആശയപരമായൊരു നിലപാടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അയാൾ വായിക്കുക. ഏത് സംഭവത്തിന് മുൻഗണന കൊടുക്കണം, ഏതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം എന്നത് പ്രശ്നമാണ്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന സംഭവങ്ങളും ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു പാരബിൾ അല്ലെങ്കിൽ ഒരു അലിഗറി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരണം. അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഭൂതകാല സംഭവങ്ങളെ കേവലം ഭൂതകാല ആഖ്യാനമായി മാത്രം കാണാതെ അതിനെ നമ്മുടെ വർത്തമാന കാലത്ത് വർത്തമാന ജീവിതത്തിൽ അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് ഈ പറഞ്ഞതുപോലെ ഒരു പാരബിൾ ആയിട്ട് മാറുക. ചരിത്രത്തെ സംബന്ധിച്ച് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ചരിത്രത്തിന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ ഒന്ന് ഖസസ് എന്നാണ്. ഖസസ് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകളാണ്. അപ്പോൾ ആ കാൽപ്പാടുകൾ അതും ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് നേരായ വഴി മനസ്സിലാക്കുക എന്ന ഒരാശയം അതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ നേരായ വഴി മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു മാനദണ്ഡം മാത്രവുമല്ല, നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആത്യന്തികമായ വിജയം ആർക്കാണ്, ഏത് കക്ഷിക്കാണ്? ഒരു സംശയവുമില്ലാത്ത വിധം നീതി തന്നെയാണ് വിജയിക്കുക, നന്മ തന്നെയാണ് വിജയിക്കുക. അത് മറുഭാഗത്ത് എത്ര കൊടികുത്തിയ സയനിസ്റ്റ് ആണെങ്കിലും ഫാഷിസ്റ്റ് ആണെങ്കിലും അതിനേക്കാളും വലിയ കൊളോണിയലിസ്റ്റ് ആണെങ്കിലും എന്ത് തന്നെയായാലും ശരി, ആത്യന്തികമായിട്ടുള്ള വിജയം നന്മക്ക് തന്നെയായിരിക്കും, നീതിക്ക് തന്നെയായിരിക്കും എന്ന് ഖുർആൻ സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവായിട്ട് കൂടി നിൽക്കുന്ന സംഭവമാണ് ബദർ. അതുകൊണ്ട് ബദർ ദിനത്തെ വിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറെ സംഗതികളൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു. കേവലം ഒരു ഭൂതകാല ആഖ്യാനമായിട്ട് മാത്രമാണ്. ഇന്നത്തെ കുറിച്ച് ചിന്തിക്കണം. അധികാര രാഷ്ട്രീയവും വ്യവസ്ഥാപരമായ അടിച്ചമർത്തലും ആധിപത്യം പുലർത്തുന്ന ആധുനിക ലോകത്ത്, അങ്ങനെ ഒരു ലോകത്തിരുന്നു കൊണ്ട് ബദറിന്റെ സ്പിരിറ്റിനെ, അതിന്റെ ചൈതന്യത്തെ അല്ലെങ്കിൽ അതിന്റെ ആത്മാവിനെ നാം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണല്ലോ വിഷയം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്.
അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തത് ബദറിനെ സമീപിക്കുമ്പോൾ ഒന്ന്, ബദർ വാസ് നോട്ട് എ കൂപ്പ് ബട്ട് ദ ബർത്ത് ഓഫ് എ ന്യൂ എത്തിക്കൽ ഓർഡർ. അത് കേവലം ഒരു സൈനികമായ അട്ടിമറിയോ ആക്രമണമോ അല്ല, മറിച്ച് അത് വളരെ കൃത്യമായിട്ട് ഒരു പുതിയ എത്തിക്കൽ ഓർഡറിന്റെ, പുതിയ ഒരു ധാർമ്മിക ക്രമത്തിന്റെ ആരംഭമാണ്, അല്ലെങ്കിൽ ജനനമാണ്. പുതിയത് എന്നുള്ളതും സാങ്കേതികമാണ് യഥാർത്ഥത്തിൽ. കാരണം ഇസ്ലാം എന്ന ആശയത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ദീനാണെന്നാണ്. അപ്പൊ അതിന്റെ ആരംഭം മുഹമ്മദ് നബി മുതൽക്കല്ല. അതിനു മുമ്പ് തന്നെ എല്ലാ പ്രവാചകന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ തന്റെ പ്രബോധനം നിർവഹിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുവഴി ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഇസ്ലാമിന് സാധിക്കും എന്നും തിരിച്ചറിയേണ്ടതാണ്. അത്രയും ഇൻക്ലൂസീവാണ്, അത്രയും വിശാലമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രതലം, പ്ലാറ്റ്ഫോം. പക്ഷെ ഇത് നമുക്ക് തന്നെ തിരിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് തിരിയാത്തത്. നമ്മളതിനെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മതഘടനക്കകത്ത് ആക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു വിഭജനം ഉണ്ടാക്കി. ദീനീ കാര്യം വേറെ, ദുനിയാ കാര്യം വേറെ. അപ്പൊ ദീനീ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടൈറ്റ് ഫ്രെയിമിനകത്ത് വന്നു. അതിനേക്കാൾ ഭീകരമായ അവസ്ഥ ദുനിയാവിൽ ദീൻ ബാധകമല്ലെന്നും വന്നു. പിന്നെ ഈ സാധനം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വല്ലാതെ കുഴക്കുന്ന ഒരു പ്രശ്നമാകുമല്ലോ. ദുനിയാവിൽ ഇത് ബാധകമല്ലെങ്കിൽ പിന്നെ ഈ സാധനം എന്തിനാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പൊ മതപരമായൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതിനെ കുത്തി നിറക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനോ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വളരെ ടൈറ്റായിട്ട് സങ്കുചിതമായിട്ട് മാറും. അതേസമയം ഇസ്ലാം, വിശുദ്ധ ഖുർആൻ വായിച്ചാൽ ചരിത്രപരമായിട്ട് എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിക്കും. കാനന്നാസ് ഉമ്മത്തം വാഹിദ, അതൊരു വലിയ പ്രഖ്യാപനമാണ്. പിന്നീട് എന്തായി എന്നുള്ളതൊക്കെ ചരിത്ര വിശകലനമാണ്. അതേസമയം അതിന്റെ ബേസ് എന്താണ്? കാനന്നാസ് ഉമ്മത്തം വാഹിദ, മനുഷ്യരെല്ലാവരും ഒരേ ഒരു ഉമ്മത്തായിരുന്നു എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ആവേണ്ടത് എന്നാണ്. അങ്ങനെയാണ് ആവേണ്ടതെങ്കിൽ അത്രയും വിശാലത ഈ പ്രതലത്തിനുണ്ടാവുക എന്നത് അനിവാര്യമാണല്ലോ. വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹാ നസീർ, ഒരു പ്രവാചകൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹവും ഇല്ലാതെ പറയുമ്പോൾ നിലനിൽക്കുന്ന എല്ലാ മതസമൂഹങ്ങളും ഏറ്റവും ആധുനികമായ കൾട്ടുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പുതിയൊരു പ്രതിഭാസമാണ്. മിക്കവാറും എല്ലാ വലിയ മതസമൂഹങ്ങളും ഒരു പ്രവാചകനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഏത് പ്രവാചകനാണെന്ന് നമുക്ക് അറിഞ്ഞോളൊന്നുമില്ല. ഒരു പ്രവാചകന്റെ സാന്നിധ്യമോ ആരംഭമോ ഇല്ലാത്ത ഒരു സമൂഹവും ഇല്ല എന്ന് പറയുന്ന ഖുർആനാണ്. അപ്പോഴങ്ങനെ പ്രവാചകന്മാരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ചരിത്രപരമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ബദർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ, ഇനി മാത്രവുമല്ല ഇസ്ലാം എപ്പോഴും പുതിയതാണ്. ഇന്നൽ ഇസ്ലാം ബദർ ഗരീബ, അത് പിന്നെ അപരിചിതമായ ഒരു രീതിയിൽ അത് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപരിചിതമായ ഒരു രീതിയിൽ ആരംഭിച്ചു. ഓരോ സമയത്തും അപരിചിതമായ രീതിയിൽ ആരംഭിക്കുന്നു. നേരത്തെ ഉള്ളതാണെങ്കിലും അപരിചിതമായ ഒരു രീതിയിലാണ് അത് ആരംഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പുതിയത് തന്നെയാണ്. അങ്ങനെ ഒരു ന്യൂ എത്തിക്കൽ ഓർഡറിന്റെ ഒരു ജനനമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് an evolution of power, not just a transfer of power. അതൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ ഒരു തിരുത്തലാണ്. അതിന്റെ ഒരു പരിണാമമാണ് എന്ന് കാണണം. അധികാരം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നേതാക്കന്മാരെല്ലാം അമീറുമാരോ ഇമാമുമാരോ ആയിരുന്നു. ഒരിക്കലും പിന്നീട് മുസ്ലിം സമൂഹത്തിൽ മലിക്, ഷഹൻഷാ, അതുപോലെ ജഹാൻ പന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, സുൽത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അത് വേറെ വിഷയം. അതേസമയം ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ റസൂലിന്റെ 4 ഖലീഫമാരും പിന്നീട് അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചെങ്കിൽ പോലും ഉമവി അബ്ബാസി കാലത്ത് പോലും ഇത്തരം പദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അമീറാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് എന്നല്ലാതെ അധികാരി എന്ന് പറയുന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിലില്ല. അതൊരു പരിവർത്തനമാണ്. അങ്ങനെ ഒരു പരിണാമത്തെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനവും കൂടിയാണ് ബദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ അതിനെ സമീപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് ബദർ എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമായി മാറുന്നത്, ഒരു ഫുർഖാനായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ കാലത്തും നമ്മൾ അതിനെ അപ്രകാരം തന്നെ മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുക എന്നത് പ്രധാനമാണ്. ഒരു എവല്യൂഷണറി ചേഞ്ച് ഓവർ റിയാക്ഷണറി അപ്രൈസിങ്സ്, എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ സംഗതികൾക്കുമെതിരെ,
എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കുമെതിരെ, എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കുമെതിരെ, ലോകത്ത് നിലനിൽക്കുന്ന സകല അനീതികൾക്കുമെതിരെ, ലോകത്ത് നിലനിൽക്കുന്ന സകല അധിനിവേശങ്ങൾക്കുമെതിരെ വളരെ കൃത്യമായിട്ട് ഒരു എവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു മാറ്റത്തെ സംബന്ധിച്ച് ഉള്ള വർത്തമാനം, മാറ്റത്തിനുള്ള ആഹ്വാനം, അതും കൂടിയാണ് ബദർ യൗമുൽ ഫുർഖാൻ എന്ന നിലക്ക് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അങ്ങനെ ആ രീതിയിൽ കൃത്യമായിട്ട് അങ്ങനെ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് റമദാനിന്റെ മധ്യത്തിൽ ഇങ്ങനൊരു രാഷ്ട്രീയ സംഭവം, അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങൾ പല റമദാനുകളിലായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്താണ്. കഴിഞ്ഞ ഖുതുബയിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇസ്ലാം അതിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട പ്രത്യേക കർമ്മങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വാക്കുകൾ പോലും സാമൂഹിക പ്രാധാന്യമുള്ളതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ലത്, പ്രാർത്ഥനയെ സ്വലാത്താക്കിയ ഒരു യുക്തിയുണ്ട്, ഒരു ലോജിക് ഉണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കണക്ഷനാണ്, ഒരു ലിങ്കാണ്, പടച്ചോനുമായിട്ടുള്ള ലിങ്കാണ്, അതോടൊപ്പം തന്നെ പടച്ചോന്റെ സൃഷ്ടികളുമായിട്ടുള്ള ലിങ്കാണ്. ആ അർത്ഥത്തിലാണ്, ആ രൂപത്തിലാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത് പോലും എന്ന് നമ്മൾ കണ്ടു. അപ്പോഴതാണ് സ്വലാത്ത്. എന്തുകൊണ്ട് പ്രാർത്ഥനയെ സ്വലാത്ത് എന്ന് വിളിക്കുന്നു? അതിനൊരു യുക്തിയുണ്ട്, ഇസ്ലാമികമായിട്ടുള്ള ഒരു യുക്തി, അത് തിരിച്ചറിയണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് നോമ്പ് സൗമായിരിക്കുന്നു? സൗം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നിയന്ത്രിക്കുക. നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുകൂടിയാണല്ലോ അർത്ഥം. നമ്മളെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ചുരുങ്ങലല്ല, മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആത്മീയമായ കാഴ്ചപ്പാടാണെങ്കിലും ഭൗതികമായ കാഴ്ചപ്പാടാണെങ്കിലും ഒരു ആത്മീയ ചിന്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന സന്യാസി അയാൾക്ക് ഒറ്റക്ക് മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ലോകത്തെ മുഴുവൻ വിസ്മരിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വാർത്ഥതയാണ്. ലോകത്തെ മുഴുവൻ വിസ്മരിച്ചിട്ട് ഈ ലോകമൊന്നും എനിക്ക് ബാധകമല്ലാതെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ അതൊരു ഒരു ധ്യാനാത്മകമായ ഒരു ലയം പ്രാപിക്കലാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് മാത്രം കിട്ടാൻ കൊതിക്കുന്ന ഒരു സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ട് അയാൾ പല ത്യാഗങ്ങളും സഹിക്കുന്നുണ്ട്. അയാളുടെ അയാളുടെ കാമനകളെ പോലും ഒഴിവാക്കുന്നു. സംഭവിക്കുന്ന എന്താ? മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിന് അയാളുടേതായ സംഭാവനകൾ അർപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു സെൽഫിഷ്നെസ് തന്നെയാണ്. മറുഭാഗത്ത് ഭൗതികത എന്ന് പറഞ്ഞാലോ എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഒരാഗ്രഹമാണ്. അതേസമയം നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അതിന് വല്ലാത്ത അളവിൽ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലുള്ള ആത്മീയത ഇല്ല. കാരണം നോമ്പ് നോറ്റൊരു മനുഷ്യൻ ഒരുമിച്ച് നോമ്പ് നോൽക്കുന്നു. നോമ്പ് നോറ്റത് ഫലവത്താകണമെങ്കിൽ ഉദാരമായി സദഖ ചെയ്യണം, അവസാനം ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സമൂഹവുമായിട്ട് നമ്മളെ കൂടുതൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് പറിച്ചെടുക്കുകയല്ല, മറിച്ച് സമൂഹവുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴതാണ് ഏറ്റവും ആധ്യാത്മികമായിട്ടുള്ളൊരു പ്രക്രിയയുടെ പോലും സ്വഭാവം അതാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മളെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് വികസിക്കുക, പ്രസരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം എന്ന് കാണേണ്ടതാണ്. മൂന്നാമത് പറഞ്ഞത് സിക്ർ എന്നുള്ള വാക്കാണ്. സിക്ർ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള മാനമുണ്ട്, അതോടൊപ്പം തന്നെ അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള മാനമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനം. സിക്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും അനുസ്മരണം എന്നാണ് അർത്ഥം. അനുസ്മരണമാണ് ബദർ എന്ന് പറയുന്നത്, അനുസ്മരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയൊക്കെ പദങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണമായ സ്വഭാവത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ള മാസമാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണവും സമഗ്രവുമായ സ്വഭാവത്തിലുള്ള വഴികാട്ടിയായി മാറേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഖുർആന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമ വ്യക്തി സൃഷ്ടിക്കപ്പെടുക, അതോടൊപ്പം തന്നെ ഭദ്രമായ സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ഒരു നിർണായകമായ ഘട്ടമാണ് യഥാർത്ഥത്തിൽ ബദർ. സാമൂഹിക പരിവർത്തനത്തിന് അതിന്റെ ശ്രമങ്ങളുടെ ഒരുപാട് ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രം സമൂഹത്തെ മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലവത്തായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒരു ചരിത്രമാണ് എന്ന് കാണാൻ കഴിയും. അവരാരും ഒരിക്കലും തന്നെ ആധ്യാത്മികവാദികളായിക്കൊണ്ട് ഋഷിമാരായിക്കൊണ്ട്, ഋഷി എന്ന വാക്കിനൊക്കെ വേറെ അർത്ഥമുണ്ട്, സാമ്പ്രദായിക അർത്ഥത്തിലാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ ഋഷിമാരായിക്കൊണ്ട്, സന്യാസിമാരായിക്കൊണ്ട്, വൈരാഗ്യ ജീവികളായിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് വരികയല്ല ചെയ്തത്. മറിച്ച് അവർ നിലനിൽക്കുന്ന എല്ലാ അനീതികളെയും ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ അനീതികളെയും ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം ഖുർആനിൽ വായിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാത്തരം ആർഭാടങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു സമൂഹങ്ങൾക്ക് മേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെയും അക്രമങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യാവഹാരികമായ സംഗതികൾ, മനുഷ്യന്റെ വ്യാവഹാരികമായ സംഗതികളിൽ കണിശമായും പാലിക്കേണ്ടതായ നീതി എന്ന് പറയുന്നു.
നീതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് സാധനങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ കുറവ് വരുത്തരുത് എന്ന് പറയുന്നിടത്തും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെന്റിനെ പ്രബോധനം ചെയ്തുകൊണ്ട് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള മര്യാദകളെ കുറിച്ച് അവർ പഠിപ്പിക്കുമ്പോൾ പോലും അത് സോഷ്യലായിട്ട്, അത് സാമൂഹികമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സമാധാനത്തിൻ്റെതായ പാതയിലേക്ക് എത്തുന്നതിന് വേണ്ടി യത്നിക്കുക. ആ യത്നത്തിൽ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതകളെ ത്യജിക്കുക. അതോടൊപ്പം തന്നെ കൂട്ടായിട്ട് പ്രവർത്തിക്കുക. സ്വാഭാവികമായും അവിടെ പോരാട്ടം വേണ്ടി വരും. ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ശക്തികൾ ലോകത്ത് സജീവമാണ്. അപ്പൊ അവരുമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന്റെ പാതയുമാണ് ഈ പറയുന്ന, ആ പോരാട്ടത്തിന്റെ ഒരു ചരിത്രവുമാണ് ഈ പറയുന്ന ബദർ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പ്രവാചകന്റെ അനുചരന്മാരെ പറ്റി പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അവര് എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിച്ചവർ. അവരെ സംബന്ധിച്ച് പറയാറുള്ള ഒരു വർത്തമാനമാണ് റുഹ്ബാനും ഫില്ലൈൽ വ ഫുർസാനും ഫിന്നഹാർ. റുഹ്ബാനും ഫില്ലൈൽ വ ഫുർസാനും ഫിന്നഹാർ എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ അവര് സന്യാസിമാരെ പോലെ കാണപ്പെടും. അങ്ങേയറ്റം ഭക്തരായിട്ടും മറ്റുമൊക്കെ ജീവിക്കുന്നതായിട്ട് കാണപ്പെടും. അതേസമയം പകൽ സമയത്ത് അവർ അശ്വാരൂഢരായിട്ടുള്ള പോരാളികളാണ്. അവരങ്ങേയറ്റം ഉണർവോടുകൂടി ഉഷാറോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. റുഹ്ബാനും ഫിൽ ലൈൽ എന്ന് പറയുമ്പോൾ സന്യാസത്തിൻ്റെതായ ഒരു സ്വഭാവമാണ്. അതേസമയം ഫുർസാനും ഫിൻ നഹാർ എന്ന് പറയുമ്പോൾ സമരത്തിന്റെ, പോരാട്ടത്തിന്റെ, ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ ബദർ. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം, സ്വത്വം തന്നെ, അത് പലരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കഥാപാത്രമുണ്ട്, ഹബീർ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ എന്നൊരു കഥ. സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ എന്ന കഥയിൽ കമല എന്നൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അനാഥയായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് അവൾ വളർന്നത്. അമ്മാവനാണ് അവളെ വളർത്തിയത്. പക്ഷെ അവളുടെ താല്പര്യങ്ങൾക്കൊന്നും ആരും ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല. അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട, ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഒരു സ്വഭാവത്തിലാണ് അവൾ വളർന്നത് എന്നാണ് ടാഗോർ പറയുന്നത്. അങ്ങനെ അവസാനം അമ്മാവൻ തന്നെ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു കൊള്ള സംഘം അവരെ ആക്രമിച്ചു. ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് രക്ഷക്കെത്തുന്ന ആളുടെ പേരാണ് ഹബീർ ഖാൻ കുതിരപ്പുറത്ത് വരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ഒരു സൂഫിയുടെ മട്ടാണ്. ശരി, ഹബീർ ഖാന്റെ വ്യക്തിത്വവും അങ്ങനെ തന്നെയാണ്. അങ്ങേയറ്റം തസവുഫിൽ മുഴുകിയിട്ടുള്ള, ദിക്റുകളിലും മറ്റുമൊക്കെ മുഴുകിയിട്ടുള്ള ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷെ അദ്ദേഹം കുതിരപ്പുറത്ത് വാളുമായിട്ട് വരുന്നു, ഈ കമലയെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതാണ് ഈ പറഞ്ഞത് റുഹ്ബാനും ഫില്ലൈൽ വ ഫുർസാനും ഫിൻ നഹാർ എന്ന് പറയുന്നത്. അതാണ് കമലയെ രക്ഷപ്പെടുത്തുന്നു, അവളുടെ മാനവും ജീവനും രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് അമ്മാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആചാരപ്രകാരം അമ്മാവിന് പിന്നെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ജാതിഭ്രഷ്ട് വന്നതുകൊണ്ട് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഹബീർ ഖാൻ, അയാളുടെ ഒരു സങ്കേതമുണ്ട്, ഒരു രജ്പുത്താനി മഹൽ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം പഴയ ഒരു നവാബ് പണി കഴിപ്പിച്ചാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ജാതിഭ്രഷ്ട് വരുന്ന ഹിന്ദു സ്ത്രീകളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതുപോലെ ജാതിഭ്രഷ്ട് വരുന്ന ഹിന്ദു സ്ത്രീകളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അതിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് ഈ ഹബീർ ഖാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതാണ്. ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ, ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ടാഗോർ അക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് എന്നത് ലവ് ജിഹാദ് പോലുള്ള അശ്ലീലങ്ങൾ രാഷ്ട്രീയ പ്രചരണമായി മാറുന്ന ഇക്കാലത്ത് പ്രചരിപ്പിക്കേണ്ട ഒരു വർത്തമാനമാണ്. ടാഗോറിന്റെ ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ അധികം എവിടെയും ടാഗോറിന്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പലതിലും ഈ കഥ ഇല്ല. ഒരുപക്ഷെ ബോധപൂർവം തമസ്കരിക്കപ്പെട്ടതാവാം. അപ്പോഴങ്ങനെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സീരീസ് ഉണ്ട് ടാഗോർ കഥകളുടെ, അതിലിതുണ്ട്. സ്റ്റോറി ഓഫ് എ മുസ്ലിം ഗേൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ, രണ്ട് രീതിയിലുള്ള ട്രാൻസ്ലേഷനും കണ്ടിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഇവൾ അവിടുന്ന് പിന്നീട് ഈ ഹബീർ ഖാന്റെ മകനുമായിട്ടൊക്കെ അടുപ്പത്തിലാകുന്നു. അവസാനം അവള് വന്നിട്ട് അച്ഛനോട് പറയുന്ന, അതായത് ഈ ഹബീർ ഖാനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അച്ഛനാണ് പിന്നെ വിളിക്കുക. അതിലൊരു ഡയലോഗ് ഉണ്ട്. അവള് പറയുന്നത്, ഞാൻ നേരത്തെ എവിടെയാണോ ജീവിച്ചിരുന്നത് അവിടുത്തെ ദൈവങ്ങളൊന്നും എന്റെ വിലാപം കേട്ടിരുന്നില്ല. ഞാൻ എപ്പോഴും അവിടെ നിന്ദിതയായിരുന്നു, അങ്ങേയറ്റം അഭിശപ്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ദൈവങ്ങളോടൊന്നും എനിക്ക് പ്രതിബദ്ധതയുടെ കാര്യമൊന്നുമില്ല. ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാനിത് രണ്ടും ചേർന്നതാവാം. ഞാൻ ഇവിടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു ദൈവത്തെ കാണുന്നുണ്ട്. അത് എന്നെ അംഗീകരിക്കുന്ന ദൈവമാണ്. എന്നെപ്പോലെ നിരാലംബയായ ഒരു പെൺകുട്ടിക്കും അഭീഷ്ടങ്ങളുണ്ട്, വ്യക്തിത്വമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങയുടെ മകനോട് എനിക്ക് പ്രണയമുണ്ട്. ആ പ്രണയവും ടാഗോർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങേറ്റം വളരെ ചെറിയൊരു കഥയാണ്.
പക്ഷെ വല്ലാത്ത ഡെപ്തുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അങ്ങനെ അവള് ഇസ്ലാം സ്വീകരിക്കുന്നു, ഇയാളെ വിവാഹം കഴിക്കുന്നു. അതൊരു ഘട്ടം. രണ്ടാമതൊരു ഘട്ടത്തില് ഈ അമ്മാവൻ, ഇവളുടെ നാട്ടിലുള്ള അമ്മാവന്റെ മകള് വിവാഹം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് കൊള്ളക്കാര് ആക്രമിക്കുകയാണ്. ആ ആക്രമിച്ച സമയത്തും രക്ഷിക്കാൻ ഒരാള് വന്നു. അത് ഈ പെണ്ണായിരുന്നു. അപ്പോഴേക്കും മെഹർജാനായി മാറിയ കമലയാണ് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് കൊള്ളക്കാരും അവളെ തൊടുകയോ കാണുകയോ ചെയ്യുന്നതിന് മുമ്പ് രക്ഷിച്ചിട്ട് നേരെ അമ്മാവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവള് ജാതി ഭ്രഷ്ടയായിട്ടില്ല, എന്നെ പിടിച്ചോണ്ട് പോയി, പക്ഷെ ഇവളെ പിടിച്ചോണ്ട് പോകാൻ ഞാൻ വിട്ടില്ല, അതുകൊണ്ട് അമ്മാവന് ധൈര്യമായിട്ട് സ്വീകരിക്കാം. എന്നിട്ട് തിരിച്ചു പോകുമ്പം ഈ കസിനോട്, അമ്മാവന്റെ മകളോട് അവള് പറയുന്നത്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിനക്കൊരു മുസ്ലിം സഹോദരി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ ഓർമ്മിക്കണം. അതാണ് മുസ്ലിം. നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും പെട്ട ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളാണെങ്കിലും അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പ്രിയ സുഹൃത്തെ നിനക്കൊരു മുസ്ലിം സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ ഓർമ്മിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിനോട് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിനക്കൊരു മുസ്ലിം സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ ഓർമ്മിക്കണം എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇവൾ പോരാളിയാണ്, അതും കാണണം. കേവലം പുരുഷന് മാത്രമല്ല, ഹബീർ ഖാന് മാത്രമല്ല വാള് ചുഴറ്റിക്കൊണ്ട് കുതിരപ്പുറത്ത് പോകാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിരിക്കുന്നത് എന്ന തിരിച്ചറിവും കൂടിയാണ് ടാഗോർ അതിൽ രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പൊ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും നീ ഓർമ്മിക്കണം, നിനക്കൊരു മുസ്ലിം സഹോദരി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. വളരെ മനോഹരമായിട്ട് രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ അതിൽ ടാഗോർ താരതമ്യം ചെയ്യുന്നുണ്ട് എന്നും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നിന്നുകൊണ്ട് സമൂഹത്തിൽ അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിക്കൊണ്ടുള്ള ഒരു ജീവിതം, ആ ജീവിതമാണ് സഹാബാക്കളുടെ ജീവിതം. ആ ജീവിതത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. അതിന്റെ പേരിലാണ് ത്യാഗങ്ങൾ അനുവർത്തിച്ചത്, അതിന്റെ പേരിലാണ് പോരാടിയത്. ആ പോരാട്ടം തന്നെയാണ് ബദറിന്റെ രാഷ്ട്രീയ പാഠം എന്ന് നമ്മൾ കാണണം. അവിടെ ഹക്കും ബാത്തിലും തമ്മിൽ വേർപിരിയുകയാണ്. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. അറിയുക, സത്യം പുലർന്നു, മിഥ്യ തകർന്നു പോയി. മിഥ്യയാകട്ടെ തകരാനുള്ളത് തന്നെയാകും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് അതൊരു ഭൂതകാല സംഭവമല്ല, മറിച്ച് വർത്തമാന കാലത്തേക്കുള്ള ഒരു മാനിഫെസ്റ്റോയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ബദറിനെ കേവലം ഒരു യുദ്ധമായിട്ട് കാണരുത്. കാരണം ബദറിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പടപ്പാട്ടിന്റെ രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ കാണുമ്പോഴും അത് യുദ്ധത്തിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ അല്ല, യുദ്ധത്തിന്റെ മഹത്വവൽക്കരണമല്ല. കാരണം പടച്ച തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, കുല്ലമാ ഔഖദു നാറല്ലിൽ ഹർബ് അത്ഫഅഹുല്ലാഹ്. അള്ളാഹു ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്ന യുദ്ധത്തിന്റെ തീ അവരാണ് കത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹു ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്ന യുദ്ധത്തിന്റെ തീ ആളിക്കത്തിക്കുന്നത് അവരാണ്. അവിടെ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണ് എതിരാളികളായിട്ടുള്ള ആളുകൾക്ക് നേരെ. അവരെ കുറിച്ച് പറയാണ് അവർ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം അള്ളാഹു ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ തീ കെടുത്തിക്കളയാനാണ് എന്ന് പറയുമ്പോൾ തന്നെയും നിലപാട് വളരെ ക്ലിയറാണ്. അപ്പൊ യുദ്ധത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ അല്ല ബദറിന്റെ സന്ദേശം എന്ന് കാണണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളുക എന്നത് ഒരു ബാധ്യതയാണ് എന്ന തത്വത്തിന്റെ സ്ഥിരീകരണമാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഓതിയ ആയത്തിൽ പറയുന്നത്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. നിങ്ങൾ എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കാത്തത്, സമരം ചെയ്യാത്തത്? വൽ മുസ്തദഈഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും പെട്ട അടിച്ചമർത്തപ്പെടുന്ന ആളുകളുണ്ടല്ലോ. അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. ആ ലാലിമി അഹ്ലുഹാ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വേച്ഛാധിപത്യ ഘടനയെ കുറിച്ചാണല്ലോ. അക്രമികളായ ആളുകളുള്ള ഈ നഗരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഒരു വലിയനെ, ഒരു നസീറിനെ പ്രദാനം ചെയ്യണമേ, അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന, അപ്പൊ അവിടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളുക എന്നതൊരു ബാധ്യതയായി മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാലത്ത് അനീതികൾക്കെതിരെ നിലകൊള്ളുവാനുള്ള ആഹ്വാനവും കൂടിയാണ്. വിശുദ്ധ ഖുർആൻ പൊതുവായിട്ട് തന്നെ പറയുന്ന സംഗതിയാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവ്വാമീന ശുഹദാ ലില്ലാഹി കുനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതക്ക് നിങ്ങളോടുള്ള ശത്രുത, അവരോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കൊരു ന്യായമാകരുത്. നീതി പ്രവർത്തിക്കുക, നീതിയാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പടച്ച തമ്പുരാൻ പറയാം.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബദറിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആധുനിക കാലത്ത് റേസിസം, ഫാഷിസം, നാഷണലിസം തുടങ്ങിയിട്ടുള്ള ആക്രാമകമായ പ്രവണതകളുണ്ട്. ഈ പ്രവണതകളെ വളരെ കൃത്യമായി തിരിച്ചറിയണം. അതിനെതിരായിട്ടുള്ള പ്രതിരോധം ആശയപരമായിട്ട് തീർക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ള ബാധ്യതയിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിവാകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് പ്രധാനമായിട്ടും വേണം. നമ്മളിങ്ങനെ കുറെ സംഭവങ്ങൾ കേട്ടിട്ട് വെറുതെ കരഞ്ഞാൽ പോരാ. സീരിയൽ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരൂലേ? ബദറിലെ യുദ്ധം കേട്ടാൽ മാത്രമല്ലല്ലോ സീരിയൽ കണ്ടാലും കരച്ചിൽ വരുമല്ലോ. രണ്ടും ഒരുപോലെയാണെന്ന് പറയല്ല. അത്തരം ഇമോഷനുകൾക്ക് പ്രാധാന്യമില്ല എന്നുമല്ല ഇവിടെ പറയുന്നത്. അതിനപ്പുറം പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് തിരിച്ചറിയുക എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബദറിലും മറ്റുമൊക്കെ ത്യാഗം വരിച്ചിട്ടുള്ള, പോരടിച്ചിട്ടുള്ള സഹാബാക്കളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പാത പിന്തുടരുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.